ഹലോ, ഹായ്, എല്ലാ സൗഹൃദങ്ങൾക്കും സ്നേഹം. ഇന്നലെ തൃക്കാർത്തികയായിരുന്നല്ലോ. വൈകിട്ട് അമ്പലത്തിൽ ദർശനത്തിന് പോകാൻ സാധിച്ചു. അവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ അത് നിങ്ങൾക്കായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ വീടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന വെള്ളൂർ ദുർഗ ഭദ്രാദേവി ക്ഷേത്രം. കുറേയേറെ വർഷങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇവിടെ പൊങ്കാലയും ഉത്സവവും ഒക്കെ കൊണ്ടാടാറുമുണ്ട്. പക്ഷേ ഇപ്പോൾ ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടുത്തെ ദേവിയുടെ ചൈതന്യം കേട്ടറിഞ്ഞ് ദേവിയെ ദർശിക്കാൻ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. തൃക്കാർത്തിക ദിവസം ഇവിടെ ചന്ദ്രപൊങ്കാല നടക്കാറുണ്ട്. ത്രിസന്ധ്യ സമയത്ത് ചന്ദ്രനെ കാണുന്ന സമയം സ്ത്രീകൾ തങ്ങളുടെ ഉദ്ദിഷ്ട കാര്യസാധനത്തിനായി ചന്ദ്രപൊങ്കാല ഇടാറുണ്ട്. വളരെ ഭക്തി നിർഭരമായ നിമിഷങ്ങളാണ്. ഏറെ ചൈതന്യം തുളുമ്പുന്ന അന്തരീക്ഷം. എല്ലാവരുടെ മനസ്സിനും ശാന്തിയും സമാധാനവും ഭക്തിയും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു ക്ഷേത്രാന്തരീക്ഷമാണ് ഇവിടെ. ഈ അമ്പലത്തിൽ എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് ഉത്സവം കൊണ്ടാടുന്നത്. പക്ഷേ ഇത്തവണ ജനുവരി മാസത്തിൽ നടത്തപ്പെടുന്ന ഉത്സവത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് 2025 ജനുവരി 11 തൊട്ട് 14 വരെയാണ്. മകരപ്പൊങ്കാല മഹോത്സവവും ദേവീ മഹാത്മ്യ ത്രയാഗ്നവും ചണ്ഡികാ ഹോമവും ഇത്തവണ വളരെയേറെ വിപുലമായ രീതിയിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. സാധാരണയായി ചാമുണ്ഡി ക്ഷേത്രങ്ങളിലാണ് ചണ്ഡികാ ഹോമം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ പൂജകൾ ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നമുക്കൊറ്റയ്ക്ക് ഒരു പൂജ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇത് നമുക്കെല്ലാവർക്കും കിട്ടുന്ന ഒരു അസുലഭ നിമിഷമാണ്. ഈ ചണ്ഡികാ ഹോമത്തിൽ 21 പൂജകളാണുള്ളത്. 709 മന്ത്രങ്ങളടങ്ങിയ 21 പൂജകൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ധർമാധർമ്മ കാമമോക്ഷ സിദ്ധിക്കും പരാശക്തിയുടെ അനുഗ്രഹത്തിനുമായി നടത്തപ്പെടുന്ന വിശേഷാൽ പൂജയാണ് ഈ മഹാചാമുണ്ഡി ഹോമം. ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ചടങ്ങാണ് മഹാചാമുണ്ഡി ഹോമം. ഈ യാഗഭൂമിയുടെ പുണ്യമറിയാൻ ഓരോ ആത്മാവിനും ലഭിച്ച അസുലഭ നിമിഷം എല്ലാവരും ഈ ദിവസം ഓർത്തു വയ്ക്കണം. ജനുവരി 11 തൊട്ട് 14 വരെ. ഈ ക്ഷേത്രം അതിപുരാതനമായ ഒരു ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെക്കു ഭാഗത്തായി ഒരു ബ്രാഹ്മണപടം ഉള്ളതായി പറയപ്പെടുന്നു. കാലാന്തരത്തിൽ ഈ ക്ഷേത്രം നശിക്കുകയും മണ്ണിനടിയിൽ ആവുകയും ചെയ്തു. ആ ബ്രാഹ്മണ കുടുംബം അപ്പാടെ നശിക്കുകയും അവർ അവിടം വിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പുനരധിവസിക്കുകയും ചെയ്തു. പക്ഷേ ആ ക്ഷേത്രത്തിൽ നിലനിന്ന ഭദ്രകാളി ചൈതന്യം അത് വനദുർഗയുടെ ചൈതന്യം കൂടി ഏറ്റുവാങ്ങിക്കൊണ്ട് വനദുർഗയായി ഭദ്രകാളിയായി ആ ദേശത്തിന് കാവലായി അവിടെ കുടികൊള്ളുന്നു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം കൊട്ടാരക്കര വാളകം പുലിക്കോട് റൂട്ടിൽ അറയ്ക്കൽ തടിക്കാട് അഞ്ചൽ റോഡിൽ ഇടയം മുതുവാനം ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് കാണുന്ന താറിട്ട റോഡിൽ ഏകദേശം 500 മീറ്റർ കിഴക്കുമാറി വെള്ളൂർ എന്ന ശാന്തസുന്ദരമായ പ്രദേശത്താണ്. ക്ഷേത്രവും ഇവിടുത്തെ എല്ലാ ആചാരങ്ങളും ഒരുപാട് നാളുകളുണ്ട് നിലനിൽക്കുന്നുവെങ്കിലും ഇപ്പോൾ കുറച്ച് നാളുകളായി ഇവിടുത്തെ ചൈതന്യം അത് കേട്ടറിഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടത്തേക്ക് വരുന്നുണ്ട്. പല ആളുകളുടെയും ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് സന്തോഷത്തോടെ അവർക്ക് ഈ മണ്ണിൽ നിന്നും മടങ്ങാൻ സാധിക്കുന്നതായി അറിയപ്പെട്ടു. ദർശനത്തിന് വരുന്നതെല്ലാം ഒരുപാട് ദൂരദേശത്തു നിന്നുള്ള ജനങ്ങളാണ്. എല്ലാവർക്കും ലഭിക്കുന്ന ഒരു അസുലഭ നിമിഷമാണ്. അമ്മയുടെ വനദുർഗയുടെ ഭദ്രകാളിയുടെ ചൈതന്യത്തെ അറിയാൻ അവിടെ ഒന്ന് വന്നു പോവുക. ആ മണ്ണിൽ പോലും ആ ചൈതന്യം തുടിച്ചു നിൽക്കുന്നതായി നിങ്ങൾക്കറിയാൻ സാധിക്കും. ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മറുപടി കിട്ടുമെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഒന്ന് ദർശനം നടത്താവുന്നതാണ്. സ്നേഹത്തോടെ ശുഭദിനം. ഇവിടെ നടത്തപ്പെടുന്ന ഈ മഹാചാമുണ്ഡി ഹോമത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും പ്രത്യേകം പൂജകൾ കഴിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.